ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. കെനിയയിലെ മസായിമാര ബക്കറ്റ് ലിസ്റ്റിലിട്ട് ഒരു സ്വപ്നവുമായി നടക്കുന്ന ആളുകൾക്കുള്ള ഗൈഡ് ലൈൻ ആണ് ഈ ഒരു വീഡിയോ. കെനിയയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ അവിടെ സേഫ്റ്റി ഇഷ്യൂസ് തന്നെയാണ്. രണ്ട് തരം സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ഒരു സെക്യൂരിറ്റി ത്രെട്ടാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണ റിസോർട്ടിലോ അല്ലെങ്കിൽ സാധാരണ ഹോട്ടലിലോ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഒരു ചുറ്റും ഫെൻസിംഗ് ഒക്കെ ചെയ്ത് മിലിറ്ററിനൊക്കെ നിർത്തി അടിപൊളിയായിട്ട് സേഫ്റ്റി അറേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൊള്ളയടിക്കപ്പെടാനോ അതല്ലെങ്കിൽ മൃഗങ്ങൾ റിസോർട്ടിലേക്ക് കയറിയിട്ട് ആക്രമിക്കപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ റിസോർട്ട് കോസ്റ്റ്ലി എന്തുകൊണ്ട് കെനിയയിലെ റിസോർട്ടുകൾ കോസ്റ്റ്ലി ആണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഈ ഒരു സേഫ്റ്റിക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടത്. അത് സ്റ്റാൻഡേർഡ് ഒരു 4 സ്റ്റാർ ആൻഡ് എബോവ് ഹോട്ടൽസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും അത് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹോട്ടൽ സെലക്ട് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ സേഫ്റ്റി ഇഷ്യൂ എന്ന് പറയുന്നത് സിക്നസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. കെനിയയിൽ കൊതുക് ഓറിയന്റഡ് മലേറിയ അല്ലെങ്കിൽ ഡെങ്കി ഫീവർ അങ്ങനെയുള്ള ഫീവറുകൾ കൂടുതലാണ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഗവൺമെന്റ് മാൻഡേറ്റ് ചെയ്യുന്ന വാക്സിൻസ് ഉണ്ടാവും, അതെടുക്കുകയും വേണം. അവിടുത്തെ റിസോർട്ടുകൾ നല്ല റിസോർട്ടുകളാണെങ്കിൽ അവർ പ്രൊപ്പലൻസ് ഒക്കെ ഉപയോഗിച്ച് ആ പരിസരം വൃത്തിയാക്കി കൊതുകില്ലാതെ നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ സംഭവങ്ങൾ അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സാധാരണ റിസോർട്ടുകൾക്ക് സ്റ്റേകൾക്ക് അങ്ങനെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഹെൽത്ത് പാർട്ട് നല്ലോണം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ, നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഗൈഡ് ഹൈലി എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലം ഉണ്ട്. ഒന്ന്, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളൊരു ഇത് അയാൾക്ക് അറിയണം. രണ്ട്, നമ്മളിപ്പോൾ അങ്ങനെ ഓടിച്ചെന്നാൽ സിംഹം അങ്ങനെ നടക്കൊന്നുമില്ല. കറക്റ്റ് മൃഗങ്ങളെ എവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും, എവിടെ കിട്ടും, ഹണ്ടിങ് എവിടെ കാണും, ഏത് സമയത്ത് കിട്ടും എന്നുള്ള സൂപ്പർ എക്സ്പീരിയൻസും നല്ല സേഫ്റ്റിയുള്ള വെഹിക്കിളും ഒക്കെ ഉള്ള നല്ല ഗൈഡിൻ്റെ കൂടെ പോവുകയും വേണം. ഇപ്പം എന്തുകൊണ്ടാണ് ഈ കെനിയ അധികവും യൂറോപ്യൻസ് മാത്രം പോകുന്നു, നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പോകുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റാണ്. കെനിയയിൽ കോസ്റ്റ് വരാൻ കാരണം എങ്ങനെ ആയാലും ഒരു പോയി വരുമ്പോൾ 1.5 ലക്ഷത്തിന് മേലെ കോസ്റ്റ് വരും. അതിൻ്റെ കാരണം ഒന്ന്, ഈ ഗവൺമെന്റിന് നമ്മൾ ഒരു 3-4 ദിവസം പോവുകയാണെങ്കിൽ തന്നെ ഒരു $400 നമ്മൾ പാർക്ക് ഫീ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സേഫ്റ്റിയുള്ള ഹോട്ടലും നല്ല ഫുഡും കാര്യങ്ങളും ഗൈഡും വെഹിക്കിളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ടുഗദർ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ എന്തിനാ ജോലി എന്തിനാ പൈസ ഉണ്ടാക്കണം, ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വേൾഡ് വണ്ടർ തന്നെയാണ് കെനിയയിലെ മസായിമാരെയും അതിൻ്റെ വൈൽഡ് ലൈഫും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കെനിയയിലേക്ക് പോകാൻ.